ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്നാ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇന്നാൾ ഞാൻ ചക്കരക്കിഴങ്ങ് നട്ടതായത് കണ്ടില്ലേ, ഇത് പടന്നു പോയി കണ്ട. ഇന്ന് എടുക്കേ കൂടി ഒരു ഇങ്ങനെ പടന്നിട്ടേ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം പടന്നു പോയി. ഇതിപ്പോൾ എല്ലാം ഇതിനകത്ത് ആദ്യം ഒരുക്കി വെച്ചിട്ട് ഒരു മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പരിപാടി ഇടുന്നത്. കണ്ടില്ലേ, പടന്നങ്ങ് എത്തിപ്പോയി കണ്ടാ. അങ്ങ് എത്തിപ്പോയി കണ്ട, അങ്ങ് എത്തിപ്പോയി. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇങ്ങനെ ആദ്യം ഇതേപോലെ തന്നെ വളച്ച് വെച്ചിട്ട് ഇതിനകത്ത് മണ്ണിട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഇതിനകത്ത് തന്നെ വളച്ച് വെക്കും. കണ്ടില്ലേ, ഇതുപോലെ ഇതിങ്ങോളം പടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും കൂടി ഞാനിങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പം പോകുന്നത്. കണ്ട, ഇതേപോലെ ഇങ്ങനെ തന്നെ വളച്ച് ഇതിൻ്റെ അകത്ത് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതെല്ലാം അങ്ങോളം എത്തിപ്പോയി. ഇതേപോലെ തന്നെ ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നാലെന്താ വെച്ചാൽ ആദ്യം അതിൻ്റെ അകത്ത് കിഴങ്ങ് കീഴാനാകുമ്പോൾ വേര് കുടിക്കോളും. ഇതേ ഇലയെക്കൂടി ഇങ്ങനെ വളച്ച് വെക്കാം. ഇതേപോലെ വളച്ച് വെക്കാനാണ്. ഇത് ഇവിടെയുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ വളച്ച് വെക്കാൻ. ഇതെല്ലാം ഇതേപോലെ വളച്ച് വെക്കട്ടെ. അതിന് കേങ്ങ് കണ്ട, ഇടിങ്ങനെ കേങ്ങിയും കണ്ട. ഇതേപോലെ ഈ വേരിന് കേങ്ങിയും. അതിന് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. അതിനാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. കണ്ട, ഇതേപോലെ വെക്കുക. ഇനി കുറച്ച് നമ്മൾ മണ്ണ് കോരിയിട്ടിട്ട് കൊടുക്കുക. കുറേ മറ്റു വയ്യ തുടച്ച് കയറ്റാം. കണ്ടില്ലേ, ഇതേപോലെ വട്ടത്തിൽ വെച്ചിട്ട് കൊടുക്കുക. എന്നാൽ അതുകൊണ്ട് വെച്ചാൽ ഇതിനകത്ത് ഉള്ളട്ടോളം കീയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിലിപ്പം വളം ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ അതിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഈ വളം ഇതിൻ്റെ മേലെ കൂടി ഇട്ടു. ഇത് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ആട്ടും വളവും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കായ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ വേഗം പായി. കിഴങ്ങ് കണ്ണം വെക്കുവാൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടായി. ഉണ്ടല്ലോ, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ഇതെല്ലാം കൂടിയാണ്. ഇതുപോലെ ചെയ്താൽ നമുക്ക് കിളച്ച് നോക്കിയിട്ട് പറയാ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടല്ലോ, ഇതേപോലെ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആടെ കുറച്ച് മണ്ണ് കോരാനുണ്ട്. അത് കോരിയിട്ട് കൊണ്ടിടാം. അത് അവർ ചെത്തിക്കൂട്ടിയതുണ്ട്, അതിങ്ങോട്ട് കോരിയിട്ട് ഇടാം. ഞാനത് കോരി എടുക്കട്ടെ. ഇടിയുണ്ട് കോരി എടുക്കാൻ. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം, കോരിക്കൊണ്ടിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സൈഡ് കൊള്ള ആദ്യം ഇടാം.
ഉണ്ടല്ലേ ഇതേപോലെ ഈ സൈഡ് കൊള്ളിയിടുക. ഉണ്ടോ ഇതേപോലെ ഇടുക. നല്ല വെള്ളപ്പറ്റോടുള്ള മണ്ണാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കോരിയിട്ടിട്ടാൽ അതിന് ബാക്കി നമുക്ക് കൊത്തിയിട്ടാൽ കയറ്റാം. ഞാനിങ്ങനെ കോരിയിട്ട് കൊണ്ടുവരട്ടെ. കുറച്ച് കോരി കൊണ്ടിട്ടിട്ട് വയ്യ പറയാം. ഇതിപ്പോൾ ഇത്ര പരിട്ടു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് 2 സൈഡിൽ നിന്ന് കയറ്റി വെക്കട്ടെ. 2 സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കട്ടെ. എന്നാലേ ഇപ്പം മതിയാവില്ല. ഇതേപോലെ നമ്മൾ കുറേശ്ശെ അതിൻ്റെ മേലെ മണ്ണ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു നല്ല ഉഷാറായിട്ട് അതിന് മേലെ ഒരു വളർന്നോളും. ആ വളവും പിടിക്കും. കണ്ടില്ലേ? ഇതേപോലെ വിട്ടല്ലോ. ഇനി ഇത് വളർന്നിട്ട് പാഞ്ഞോളും. ഇതുപോലെ ഇതിമേലെ ആ ചപ്പും പുല്ലും ഇല്ലോണ്ടാണ് മണ്ണ് കാണാതെ മണ്ണടക്കാന്ന് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഗുണമുണ്ടോ നോക്കുക. ഇതെല്ലാവർക്കും ഇതേപോലെ ചെയ്ത് നോക്കുക. ഉണ്ടല്ലേ? ഇതാണ് ഞാൻ 2ാമത്തെ പണിയെടുത്തതായത്. ഇനിയൊന്നും പണിയെടുക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ പടന്ന് പോയിക്കോളൂ എന്നല്ലാണ്ട് ഞാൻ ഇനിയൊന്നും എടുക്കണ്ട. ഇത് മതി. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.